നിങ്ങളിപ്പോൾ കുറേ ബോക്സിംഗ് പടം കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൽ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് നമുക്കത് പോയി ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, നമുക്ക് പറ്റില്ല എന്നാലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന പോലത്തെ ഒരു പടം ഉണ്ടായിട്ടുണ്ടോ ചെറുപ്പത്തിലോ ഇപ്പോഴോ? അങ്ങനെ സൽമാൻ ഖാന്റെ സുൽത്താനോ, സുൽത്താനിലും പക്ഷെ ബോക്സിംഗ് അല്ലല്ലോ. ഗുസ്തി ഉണ്ട്. ശരി, ഒരു സ്പോർട്സ് ഡ്രാമ. അല്ല അങ്ങനെ എന്താ പറയണ അതെ, മൊത്തത്തില് അതെ എവിടെയെങ്കിലൊക്കെ ഒന്ന് തുടങ്ങി മൊത്തത്തിലൊരു അവിടുന്ന് തുടങ്ങിക്കോ. ദങ്കല് പരിപാടി ഉണ്ടെന്നോ? ദങ്കല് പറഞ്ഞു ഞാനും പറയല്ലേ. അല്ല, ഒരുപാട് സ്പോർട്സ് ഉണ്ടല്ലോ, ഒരു വെറൈറ്റി. 9 ഉണ്ടാവും. അല്ല സെയിം ആണ് തോന്നിയെങ്കിൽ കുഴപ്പമില്ല, എന്നാ കുഴപ്പമില്ല പറഞ്ഞു. എനിക്ക് ജേഴ്സി ഭയങ്കര ഇഷ്ടമാണ്. ജേഴ്സിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സീൻ എന്താ? മറ്റേ റെയിൽവേ സ്റ്റേഷൻ സീൻ നമുക്ക് അത്രയും ഡീപ്പർ നമ്മൾ എപ്പോഴും ചെയ്യണം, പക്ഷെ ഇതൊരു അവസരം കിട്ടിയിട്ടില്ല. ഈ പടം റിലീസായിട്ട് ട്രെയിനിന്റെ അവിടേക്ക് നേരെ ഓടുന്ന ഒരു ശിവനെ നമുക്ക് കാണാൻ പറ്റുമോ? സന്ദീപിന് അങ്ങനെ ഏതാ ഒരു ഇഷ്ടപ്പെട്ട? എനിക്ക് ചക്ദേന്റെ ഇഷ്ടമാണ്. ബാഗ് മിൽക്ക ബാഗ് അതൊക്കെ ഇഷ്ടമുള്ളൂ. രണ്ടൊന്നും പറയല്ലോ. ഏതാ ഇഷ്ടപ്പെട്ട സീൻ? ലാസ്റ്റ് ഷാറൂഖ് ഖാൻ കരയത്തില്ലേ കൊടി വെക്കുമ്പോ? ഓ നൈസ് നൈസ്. അത് നല്ല സീനാണ്. നസ്ലിം പറയൂ. എനിക്ക് മറ്റേ ചേങ്കുലിക്ക് മെയിൻകുലി എന്ന് പറഞ്ഞൊരു പടമില്ലേ, ഓർഡർ ചെയ്തൊക്കെ ഫുഡ് ഓർഡർ ശരി, അതൊരു അടിപൊളി പടമാണ്. നൈസ്, അണ്ടർ റേറ്റഡ് പടം. ഏതാ അങ്ങനെ ഒരു സ്പോർട്സ് ജോണർ പടം? ബാഗ് മിൽക്ക ബാഗ് ആക്ച്വലി പറയാൻ പോയിരുന്നു. അത് ഏതാ ഒരു സ്പെസിഫിക് സീൻ? ഇല്ല, എനിക്ക് ആക്ച്വലി ആ ആളെ കസിങ് എനിക്ക് ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ അതായിരുന്നു ഈ ആ പടമായിരുന്നോ? എനിക്ക് ആളെ ആയിരുന്നു അറിയുന്നത്. ആളെ അറിയായിരുന്നു. ഞാൻ അത്ലറ്റിക്സിലേക്കായിരുന്നു കുറച്ച്, ഞാൻ സ്പ്രിന്റർ. അപ്പോൾ ഭയങ്കര ഇൻസ്പയർ ചെയ്തിരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ആ പടം ഭയങ്കര ലുക്ക് പറയും. പിന്നെ എനിക്ക് ഞാൻ ഈ ബോക്സിംഗ് പരിപാടിയായിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ ബോക്സിംഗ് റിലേറ്റഡ് സിനിമ കണ്ടിരുന്നു. $1 ബില്യൺ ബേബി ഭയങ്കര ഇഷ്ടമായ ഒരു സ്പെസിഫിക് സീൻ ഉണ്ടോ? മോട്ടിവേഷൻ കൊടുക്കണം അങ്ങനെ? അവളുടെ ആ ആക്ട്രസിന്റെ ആ ജേർണി തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഏതങ്ങനെ ഒരു പടമുള്ളത്? എനിക്ക് റോക്കി 4 ഇഷ്ടപ്പെട്ട സീനൊന്ന് പറയാവോ? അതില് അവന്റെ ഫ്രണ്ട് മരിച്ചിട്ട് അവന് വേണ്ടി കാർത്തിക് പറയൂ. ബേബി ബേബി കാർത്തിക് പറഞ്ഞോ. പറഞ്ഞോ. കാർത്തിക് പറഞ്ഞു. എനിക്ക് 1983 ഒരു സീൻ പറഞ്ഞു. ഇഷ്ടം നിവിൻപോളിക്ക് കിട്ടാത്തൊരു സാധനം മോനിങ്ങനെ ഇങ്ങനെ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു മോട്ടിവേഷൻ. ഡിസ്ട്രിക്ട് സെലക്ഷൻ. ഓക്കെ, ബേബി പറയും. ഞാന് ആക്ച്വലി സ്പീഡ് പറയാനേ വന്നിരുന്നു, ഒരു കോമഡി പറയാം. പക്ഷെ 1983 പറഞ്ഞപ്പോ എനിക്ക് എന്റെ വാപ്പാനൊക്കെ ഓർമ്മ വന്ന് ഒരു പരിപാടി. കാരണം എന്റെ വാപ്പ എന്നെ ഒരു സ്പോർട്സ്മാൻ ആക്കാൻ, ഫുട്ബോളർ ആക്കാൻ കുറെ ശ്രമിച്ചിരുന്നു. ഈ നിവിൻ പോളിനെ പോലെ, അതായത് പാകില്ലെങ്കിലും ഉള്ളിടന്നൊക്കെ പരിപാടി ആക്കിയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ അതാ തോന്നുന്നുണ്ട്. അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നോ മോൻ ഫുട്ബോളറായിട്ട് കാണണം എന്നുള്ളത്? ഓഫ്കോഴ്സ് മലപ്പുറം ഫുട്ബോൾ റഫറി ഒക്കെ. ലുക്മാൻ ഫുട്ബോളറാണ്. അങ്ങനത്തെ അന്ന് ചെറുപ്പത്തിൽ അറിയുന്നുണ്ടോ? ഇല്ല, നമ്മള് അല്ല അങ്ങനത്തെ കൈപിടിക്കലൊന്നുമില്ല. രണ്ടാള് ഇവിടെ വന്നിട്ട് കണ്ട് ശരിക്കും കൊച്ചിന്നാണ് പരിപാടിയാണ്. ഏറെ കൂടുതൽ നടക്കുന്ന ഈ സിനിമയിലൂടെയാണ്. എന്നാലും നിങ്ങളുടെ നാട്ടിലെ ഒരാൾ മെയിൻ ഒരു പോപ്പ് ഐക്കണാവ് കേരളത്തിൽ എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്താ? എങ്ങനെയായിരുന്നു? ഒരുപാട് സന്തോഷമല്ലേ. എനിക്ക് തോന്നുന്നു ഡാബ്സിയും നമ്മുടെ അവിടെ തന്നെയാണ്. ഞങ്ങളിത് പടം ഇറങ്ങുമ്പോ പാലഭിഷേകമൊക്കെ നടക്കാൻ രണ്ടാൾക്കാരുടെയും ഫ്ലെക്സ് ഒരുമിച്ച് വെക്കണം. അതിനിപ്പോ തല്ലടന്നോണ്ടിരിക്കും. ആ ഫ്രണ്ട് ഏരിയ ഫ്രണ്ട് ഏരിയയിൽ ഫ്ലെക്സ് ഇദ്ദേഹം വെക്കുന്നുണ്ട്. ഫ്രണ്ട് ഏരിയ കൂടെ ഫ്രണ്ട് ഏരിയയിൽ ഫ്ലെക്സ് തല്ലടന്നോണ്ടിരിക്കാറ്. ഇപ്പൊ വെക്കണേക്കാളും വലുത് ഞാൻ നിങ്ങൾ എത്ര അടി വെക്കുന്നത്?
ഈ പാലാഭിഷേകത്തിന്റെ മാത്രം കാര്യത്തില് തർക്കമുള്ളൂ, വേറെ കാര്യത്തിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള പാലഭിഷേകത്തിനുള്ള പാലോ പാലും അതിലൊക്കെ ചേർക്കാനുള്ള വെള്ളം പരിപാടി കഴിഞ്ഞാൽ അതിലും വെള്ളം ചേർക്കുന്നുണ്ടോ? പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ കട്ടി കൂടും. നമ്മളോട് ചോദിച്ചു നോക്കി ഏതാ പടം ഞാൻ ബാമ്പോ ബോയ്സ് ഒക്കെ പറഞ്ഞു ഒരു സ്പോർട്സ് പടം സ്പോർട്സ് ബിഗിലാണ് പിന്നെ എനിക്ക് ഓർമ്മയിൽ വരുന്നത്. ഫുട്ബോൾ ടീം അങ്ങനെ എനിക്ക് സ്പോർട്സ് അങ്ങനെ കാണാറില്ലാത്തതുകൊണ്ട് ഒഴിവാക്കുന്ന. സിംഗപ്പണ്ണയാണോ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? അയ്യല്ല, പാട്ടൊന്നും അങ്ങനെ ഇഷ്ടമല്ല, വേണ്ട. ഖാലിദ് റഹ്മാൻ മോട്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ തളർന്ന് ട്രെയിൻ ചെയ്ത് കിടക്കുന്നു, പിറ്റേ ദിവസം എഴുന്നേറ്റ് ഇത് ചെയ്യണമല്ലോ, നല്ല പച്ചത്തറി എങ്ങനെയാണ് അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചത്? അതാ ഞാൻ പറഞ്ഞ പുച്ഛിക്കുന്നു, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മളുടെ ഈഗോ ഹേർട്ട് ആവുമല്ലോ. ഓ, മാനസികമായിട്ട് ഒരു സെമി നെസ്ലിംഗ് ക്യാരക്ടർ അല്ല, ജോജോ ക്യാരക്ടർ ഉണ്ട് മൂവിയിൽ. ആളൊരു ഒരു മിശ്രിത ക്യാരക്ടർ ഉണ്ട് അല്ലേ അല്ലേ? ഒരു പല ഡൈമെൻഷൻ ഉണ്ട് മൂവിയിൽ, പല ക്യാരക്ടേഴ്സിലായിട്ടും ആളുടെയും മൊത്തത്തിലൊരു മൂവി മൊത്തം ഒരു സൗണ്ട്സ് ലൈക്ക് ഖാലിദ് റഹ്മാൻ, സൗണ്ട്സ് ലൈക്ക് ജിംഷി ഖാലിദ്. നിങ്ങൾ ഇത്രയും ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് തളരുമ്പോഴേ ഇവരുടെ ഒരു അധ്വാനം, പ്രത്യേകിച്ച് ജിംഷൊക്കെ ഈ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ട് ചെയ്യുന്നതാണ്, അത് അവരെ കാണുന്നതാണോ ഒരു ഇൻസ്പിറേഷൻ, അതോ അവരിങ്ങനെ പറയുന്നതാണോ ശരിക്കും? അവരും പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവര് ജസ്റ്റ് ഒരു ഡയറക്ടറായിട്ട് ഇങ്ങനെ നിൽക്കുക, നമ്മൾ പോയി പണിയെടുക്കുക, നമ്മൾ നല്ലല്ലോ. ക്രിയേറ്റീവായിട്ടും ഫിസിക്കലി അവര് ഭയങ്കരമായിട്ട് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റഹ്മാൻക്ക് വെയിറ്റ് ട്രെയിനിങ്ങിനാണെങ്കിലും ബോക്സിങ്ങിനാണെങ്കിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ജിംഷിക്കൊക്കെ തോന്നുന്നു ഇപ്പോഴും തായ്ലൻഡൊക്കെ പോയിട്ട് ഇപ്പോഴും ട്രെയിൻ ചെയ്തോണ്ടിരിക്കും. പുള്ളിയായി ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയും റണ്ണിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് പുള്ളിയും ഫിസിക്കൽ. അപ്പോൾ അവരൊക്കെ അത്ര വർക്ക് ചെയ്യുന്നു. അവരൊക്കെ ഇങ്ങനെ ആ സെറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും നമ്മളും അത്രയും കൊടുക്കണം, നമ്മൾ അത്ര സീരിയസ് ആയിട്ട് നിൽക്കണം. അവരെ തമാശ ടീം പരിപാടി ഇല്ലല്ലോ ആ ടീം. ബേബി, ഇപ്പം പുറത്ത് ഈ സ്റ്റാർസ് ഒക്കെ ഉണ്ടല്ലോ, ഈ പെർഫോം ചെയ്യുന്ന പോപ്പ് സ്റ്റാർസ്, ഷാരുഖ് ഖാൻ അല്ല, ഈ എമിനോ ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഭയങ്കര ഫിസിക്കൊക്കെ നന്നായി നോക്കുക. അവരുടെ ശരി വേണ്ട, ഹനുമാൻ ഖാൻ്റെ നന്നായി ഫിസിക്കൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നാച്ചുറലി പെർഫോം ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ ഈ സ്പോർട്സിലേക്കും വെയിറ്റ് ട്രെയിനിങ്ങിലേക്കും അങ്ങനെ ഉണ്ടായിരുന്നോ? അത്ലറ്റിക് പരിപാടി എപ്പോഴും പിടിച്ചു പോകണം എന്നുള്ളൊരു താല്പര്യം ഉള്ള ഒരാളായിരുന്നു. ഇനി കൊച്ചിക്ക് വന്നതിന് ശേഷം നമുക്ക് അറിയാമല്ലോ, പല ആൾക്കാരും പല രീതിക്കാണ് തിരിയുക. അപ്പോൾ ഒരു ആർട്ടിൻ്റെ സൈഡിലേക്ക് തിരിയുമ്പോൾ ഞാൻ കാണുന്ന ആൾക്കാരും ഞാൻ പണിയെടുക്കുന്ന ആൾക്കാരും ഒരു 90%, 95% ഈ ഒരു വർക്കൗട്ട് പരിപാടി പിടിക്കുന്നവരല്ല അല്ല ആർട്ട് സംബന്ധിച്ച് പോകുമ്പോൾ ഒരു 5% ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ആ ഒരു ഇതിൽ പെട്ടതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഈ പടത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത്. കാരണം ഒരേപോലെ ചിന്തിക്കുന്ന കുറച്ച് ഒരേ പ്രായക്കാർ, അത് ഒരേ പ്രായക്കാരെന്ന് പറയുന്നത് ഞാൻ വയസ്സുകൊണ്ടല്ല മനസ്സുകൊണ്ടാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ നമുക്ക് നമ്മുടെ ഫിസിക്കലി റൊട്ടീൻ പരിപാടി ഡേ ടു ഡേ പരിപാടി നോക്കിയാൽ മതി. പക്ഷെ ഇതിന്റെ റമക്ക് വരക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ക്യാരക്ടേഴ്സിൽ കൂടെ ഡെയിലി 10 വട്ടം പോയിട്ട് കയറി ഇറങ്ങി വരികയാണ്. അപ്പം അതൊക്കെ എടുത്ത് നോക്കി നമ്മൾ എടുക്കുന്ന ഒരു വർക്കൗട്ട് പരിപാടി അതൊന്നും ഒന്നുമില്ലാന്ന് തോന്നിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാല്. കാരണം ഇവര് അതായത് നമ്മൾ ഫിസിക്കലി വർക്ക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്താൽ മതി, പണിക്ക് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ തിന്ന് കിടന്ന് ഉറങ്ങാന്നുള്ളതാണ്. പക്ഷെ തലച്ചോറ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് ഹീറ്റ്സ് ഡിഫറെന്റ്. ആ ഒരു സാധനം ഉണ്ട്, അതിൽ സമ്മതിച്ചു പോയി. അപ്പം ഞാൻ ഇപ്പൊ നിങ്ങൾ ചോദിച്ച കാര്യത്തിന്റെ ഒരു പരിപാടി അതൊന്നും ഒന്നുമില്ലാന്ന് തോന്നിപ്പോയൊരു പരിപാടിയാണ് ഈ സിനിമ എന്ന് പറഞ്ഞതും ക്രിയേറ്റീവ് സൈഡ് എന്ന് പറഞ്ഞത്. കുറച്ചുകൂടെ ഹെവി ഇൻസൈഡ് പരിപാടി. അത്രയും ഏരിയാസ് ഉണ്ടല്ലോ ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം, അവർ മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഇറ്റ്സ് ആൻ ആർമി, ഹീസ് ലൈക്ക് ലീഡിങ് ആൻ ആർമി. പുള്ളൊരു കമാൻഡറിനെ പോലെയാണ്. കമാൻഡർ പോലെയല്ല, കമാൻഡർ ആണ്. അതാണ് മറ്റേത് എല്ലാത്തിനും ഓരോത്തിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ. ഖാലിദ് റഹ്മാൻ ഒരു കമാൻഡറാണ്, അങ്ങനെ നമുക്ക് തമ്മിൽ കൊടുക്കാം. അതെ, ഖാലിദ് റഹ്മാൻ പറഞ്ഞത് എന്ത്